കൊച്ചിയിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. കൊച്ചി സ്വദേശി സച്ചിൻ, ഒഡീഷ സ്വദേശി ദുര്യോധൻ മാലിക് എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കേരളത്തിലേക്ക് എത്തുന്ന കഞ്ചാവ് അന്യസംസ്ഥാനങ്ങളിലാണെന്ന് നമുക്ക് നേരത്തെ മുതൽ വിവരമുള്ളതാണ്. പ്രത്യേകിച്ചും ഒഡീഷയിൽ നിന്നുമുള്ള പാടങ്ങളിൽ നിന്ന്, കഞ്ചാവ് തോട്ടങ്ങളിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുന്നു എന്ന ഒരു സംശയവും അല്ലെങ്കിൽ അങ്ങനെക്കുള്ള അനുമാനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഒരു ഒഡീഷക്കാരനെ ഡാൻസർ സംഘം പിടികൂടുന്നത്. സർ, എങ്ങനെയായിരുന്നു ഈ ഒരു പ്രതിയെ കണ്ടുപിടിച്ചത്? നമുക്ക് രഹസ്യവിവരം കിട്ടുന്ന ഒറീസയിൽ നിന്ന് കഞ്ചാവ് വ്യാപകമായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ട്രെയിൻ മാർഗവും മറ്റു മാർഗ്ഗങ്ങളിലും പച്ചക്കറി വണ്ടികളും മറ്റു പല മാർഗ്ഗങ്ങളും കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് ഒറീസക്കാരൻ കിട്ടിയൊരു മലയാളിയെ ബേബീനെയും കിട്ടി. ദുര്യോധന മാലിക് എന്ന് പറഞ്ഞ 30 വയസ്സുള്ള ഒറീസ സ്വദേശിയാണ്. അവിടുത്തെ ട്രൈബാണ് ഒറീസയിൽ. അവിടെ കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഒരാളാണ്. നേരിട്ട് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഒരാളെ നേരിട്ട് വിൽപ്പനക്കായിട്ട് ഇവിടെ എത്തിച്ചാണ്. മറ്റു ഇടനിലക്കാരുണ്ടായില്ല. അപ്പം മലയാളിയായിട്ടുള്ളൊരു ബേബി എന്ന് പറഞ്ഞ് ഒരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനിടെയാണ് നമ്മൾ പിടിച്ചത് ഇന്ന് രാവിലെ. സാർ, ഈ കഞ്ചാവ് ഇവിടെ വിൽപ്പന നടത്തിയത് ഈ കുണ്ടന്നൂർ സ്വദേശിയായ സച്ചിൻ എന്ന് പറയുന്ന ആളാണോ ഇത് കൊണ്ടുവന്നത്? സച്ചിൻ, കുണ്ടന്നൂർ സ്വദേശി സച്ചിന് കൊടുക്കാൻ വേണ്ടി, മലയാളിയാണ്, അതിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ പിടിച്ചത്. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് പോലീസ് പിടിച്ചത്. വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഈ സച്ചിന് എതിരെ നേരത്തെ കേസുകൾ, ഈ ഇത്തരത്തിലുള്ള ഡ്രഗ് ഡീൽസിന്റെ കേസുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്യൽ, ദുര്യോധന മാലിക്കിനെ സച്ചിനെ ചോദ്യം ചെയ്യൽ ഇവർക്ക് കേസുകളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇനി കൂടുതൽ നമ്മൾ മറ്റു ഡാറ്റ ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് വേറെ കേസ് ഉണ്ടാകുന്ന നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഡാൻസ് ആഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ പ്രതികളെ ട്രാക്ക് ചെയ്തത്? അതെ, ഡാൻസ് ആഫിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഡിയാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഊർജ്ജമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ച് പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട്. എവിടെ നിന്നായിരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇത് കണ്ടെത്തിയത്? ഇവിടെ വെച്ചാണ്, ഈ സ്പോട്ടിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ പിടിച്ചത്. ട്രെയിൻ മാർഗമായിരുന്നു കൊണ്ടുവന്നല്ലേ? വിവേകാനന്ദ റോഡിൽ വെച്ച് പിടിച്ചത്. ട്രെയിൻ മാർഗമാണ് ആൾ കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് വിവേകാനന്ദ റോഡിൽ വെച്ച് അത് മറ്റേ ആൾക്ക് കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ 5 കിലോ കഞ്ചാവാണ് ഡാൻസ് ഓഫ് സംഘം എറണാകുളം വിവേകാനന്ദ റോഡിൽ വെച്ച് പിടിച്ചിരിക്കുന്നത്. ഏതായാലും ഒഡീഷയിൽ നിന്നടക്കം കഞ്ചാവ് തോട്ടങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു സൂചനയാണ് പോലീസിന്, ഡാൻസ് ഓഫിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്.